വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 63-ാമത്തെ തിരുവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. The Gospel of John chapter 6 word 63. യോഹന്നാൻ 6:63. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു. Praise God. The words that I speak unto you, they are spirit and they are life. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ലൈഫ് ആകുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വാക്കുകൾ സ്പിരിറ്റ് ആകുന്നു, എൻ്റെ ആത്മാവാകുന്നു. ഇവിടെ ആദ്യത്തെ പദം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. സോയ ലൈഫ്. ക്രിസ്തുവിന്റെ ജീവൻ നമ്മിലേക്ക് കൊണ്ടുവരുന്നത് അവന്റെ ആത്മാവാകുന്നു. എന്നാൽ അത് വരുന്ന വഴി അവിടെ കർത്താവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, പ്രസ്താവിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു. ഇന്ന് ഈ ഞായറാഴ്ച പകലിൽ നിങ്ങൾ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന വചനത്തിനകത്ത് നിൽക്കുന്ന ഒരു ശക്തിയുണ്ട്. അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. അതിനകത്ത് വ്യാപരിക്കുന്ന ഒരു ജീവനുണ്ട്. അത് ക്രിസ്തുവിന്റെ ജീവനാണ്. അതുകൊണ്ടാണ് പുതിയ നിയമ സഭയെക്കുറിച്ച്, പുതിയ നിയമ ശുശ്രൂഷയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 6-ാമത്തെ തിരുവചനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. ഇവിടെയും അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ ആ ജീവിപ്പിക്കുന്ന ആത്മാവിനെ കുറിച്ച്, സോയ ലൈഫിനെ കുറിച്ചാണ് ഇവിടെയും പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കുന്നത്. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. ഇത് അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ പറയുവാനുള്ളതിന്റെ കാരണം 2 കാലഘട്ടങ്ങളിൽ നടന്ന ശുശ്രൂഷകളെ, 2 കാലഘട്ടങ്ങളിൽ സംഭവിച്ച 2 സംഭവങ്ങളെ മുൻപിൽ വെച്ചുകൊണ്ടാണ്. പഴയ നിയമ കാലഘട്ടത്തിൽ നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് അവിടെ തന്നെ പറയുന്നുണ്ട്, അവൻ ഞങ്ങളെ അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല ആത്മാവിന്റെ ശുശ്രൂഷകന്മാരാക്കി, അല്ലെങ്കിൽ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരാകുവാൻ പ്രാപ്തരാക്കി. പ്രാപ്തരായതല്ല, പ്രാപ്തരാക്കിയതാണ്. നമ്മൾ പറയുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് പോലെ നാം നിന്നതല്ല, ദൈവം നമ്മളെ നിർത്തിയതാണ്. നാം ഒന്നും നേടിയതല്ല, ദൈവമെല്ലാം നമുക്ക് നൽകിയതാണ്. നാം ഒന്നും ആയതല്ല, ദൈവം നമ്മളെ പലതും ആക്കി തീർത്തതാണ്. അപ്പോസ്തലൻ പറയുന്നു, അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരാകാൻ പ്രാപ്തരാക്കി. ആ ശുശ്രൂഷയെ കുറിച്ച് പറയുന്നത് അത് അക്ഷരത്തിന്റെ ശുശ്രൂഷയല്ല, ആത്മാവിന്റെ ശുശ്രൂഷയാണ്. എന്താണ് ആ ആത്മാവിന്റെ ശുശ്രൂഷയുടെ പ്രത്യേകത? അതിനകത്ത് വെളിപ്പെടുന്ന ഒരു സോയ ലൈഫ് ഉണ്ട്, അതിൽ വെളിപ്പെടുന്നതായ ഒരു ജീവനുണ്ട്. ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾ മരിച്ചിരിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ നിങ്ങൾ ഡെഡ് ആയിരിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഏരിയയിൽ നിങ്ങൾ ഡെഡ് ആയിരിക്കുന്നെങ്കിൽ, നിങ്ങളുടെ സ്പിരിച്വൽ ഏരിയയിൽ നിങ്ങൾ ഡെഡ് ആയിരിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ആ സന്തോഷം, ഹോളി സ്പിരിറ്റിൽ, പരിശുദ്ധാത്മാവിലുള്ള ആ സന്തോഷമൊക്കെ നഷ്ടപ്പെട്ട് നിങ്ങൾ വല്ലാതെ ഡെസ്പായി ഡൗൺ ആയിട്ടിരിക്കുന്നെങ്കിൽ, ഈ പകൽക്കാലം അല്ലെങ്കിൽ ഈ മെസ്സേജ് എപ്പോഴാണോ നിങ്ങൾ കേൾക്കുന്നത്, ക്രിസ്തുവിന്റെ ജീവൻ, ആ ജീവിപ്പിക്കുന്ന ആത്മാവ് നിങ്ങളുടെ ആത്മാവിനെ ടച്ച് ചെയ്യുവാൻ, ആ നിങ്ങളുടെ ആത്മാവിനെ സ്പർശിക്കുവാൻ പോകുന്ന ഒരു നിമിഷമാണ്. അതിന് ഒരു ആമീൻ പറഞ്ഞ് ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞ് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. ആ ജീവൻ ഈ നിമിഷം തന്നെ നിങ്ങളിൽ ഓരോ പ്രിയപ്പെട്ടവരിലും വ്യാപരിക്കട്ടെ എന്ന് ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. പുറപ്പാടിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിന്റെ 33-ാം അധ്യായത്തിന്റെ
19 മുതൽ 20 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ പഴയ നിയമത്തിൽ സീനായി പർവ്വതത്തിന്റെ മുകളിൽ മോശ 40 രാവും 40 പകലും ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് നിയമത്തിന്റെ കൽപ്പലകകളുമായി മോശ താഴ്വരയുടെ ആ ഭാഗത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ജോഷുവയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ജോഷുവയെ അവിടെ വലിയൊരു ആരവാരം, എന്താണ് ഒരു ബഹളം എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, അവൻ പാളയത്തിന് സമീപിച്ചപ്പോൾ കാളക്കുട്ടിയെയും നൃത്തങ്ങളെയും കണ്ടു. അപ്പോൾ മോശയുടെ കോപം ജ്വലിച്ചു. അവൻ പലകകളെ കയ്യിൽ നിന്ന് എറിഞ്ഞ് പൊട്ടിച്ചു. മോശയുടെ അകത്ത് കോപം ജ്വലിച്ചു. നമുക്കറിയാം, ആ 40 ഡേയ്സ് മോശയുടെ ഫാസ്റ്റിങ്ങിൽ മോശയുടെ സ്കിന്ന് ഭയങ്കര ഗ്ലോറി കൊണ്ട് നിറഞ്ഞു. ആ മോശയുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയാത്തത് കൊണ്ട് ഇസ്രായേൽ ജനവും മോശയും എല്ലാം മൂടുപടം അണിയേണ്ടതായ ഒരു സാഹചര്യവും അവിടെ ഉണ്ടായി. എന്നാൽ ആ സ്കിന്നിനകത്ത് ദൈവത്തിന്റെ ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്യുന്നെങ്കിലും മോശയുടെ സ്പിരിറ്റിനകത്ത്, ആത്മാവിൽ ഭയങ്കര ദേഷ്യമുണ്ടായി. താൻ കണ്ട കാഴ്ചകൾ, താൻ കണ്ട സംഭവങ്ങൾ, താൻ കണ്ട രംഗങ്ങൾ മോശയെ വല്ലാതെ പ്രകോപിപ്പിച്ചു, അല്ലെങ്കിൽ വളരെ ക്ഷുഭിതനാക്കി മാറ്റി. അവിടെ എന്താണ് മോശ ചെയ്തതെന്നറിയാമോ? 20-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അവരുണ്ടാക്കിയ കാളക്കുട്ടിയെ അവൻ എടുത്ത് തീയിലിട്ട് ചുട്ട് അരച്ച് പൊടിയാക്കി വെള്ളത്തിൽ വിതറി ഇസ്രായേൽ മക്കളെ കുടിപ്പിച്ചു. അപ്പോൾ മോശയുടെ ആ ഗ്ലോറി ഫേസിൽ ഉണ്ടായിരുന്നെങ്കിലും സ്പിരിറ്റിൽ ഭയങ്കര ദേഷ്യം വെളിപ്പെട്ടു. ഇതാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. ഞാൻ പല മെസ്സേജുകളിലും എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ മഹത്വം ഓൾഡ് ടെസ്റ്റ്മെന്റിൽ പലയിടത്തും നമ്മൾ നോക്കുമ്പോൾ അത് മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നത് സ്ഥലങ്ങളിലാണ്. യഹോവയുടെ ആലയത്തിൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി. മോശയുടെ സ്കിന്നിൽ, മുഖത്ത് തേജസ് പ്രതിബിംബിച്ചു. എന്നാൽ ന്യൂ ടെസ്റ്റ്മെന്റിലേക്ക് വരുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, ദൈവത്തിന്റെ മഹത്വം മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ദൈവത്തിന്റെ മഹത്വം ദൈവം ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് സ്കിന്നിലല്ല, ഒരു പർട്ടിക്കുലർ പ്ലേസിലല്ല, നമ്മളുടെ ആത്മാവിലാണ്, നമ്മളുടെ സ്പിരിറ്റിലാണ്. അതുകൊണ്ടാണ് കൊലോസ്യർക്കെഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ പറഞ്ഞത്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. ആ ഗ്ലോറി നിങ്ങളിലാണ് ഇന്ന് വസിക്കുന്നത്. ശ്രദ്ധിക്കാം, ഇവിടെ മോശ അത് വെള്ളത്തിനകത്ത് കലക്കി ജനത്തെ കുടിപ്പിച്ചപ്പോൾ ബൈബിൾ പറയുന്നു, പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ, ലേവ്യർ മോശ പറഞ്ഞതുപോലെ ചെയ്തു. അന്ന് ഏകദേശം 3000 പേർ വീണ് മരിച്ചു. പഴയ നിയമത്തിന്റെ കൽപ്പനകളുമായി, പഴയ നിയമത്തിന്റെ നിയമങ്ങളുമായി, നിയമത്തിന്റെ പലകകളുമായി, ശുശ്രൂഷയുമായി മോശ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ, ആ മൊമെന്റിൽ, ആ സമയത്ത് മോശയുടെ ദേഷ്യത്തിന്റെ മുൻപിൽ 3000 പേരാണ് ആ താഴ്വരയിൽ മരണപ്പെട്ടത്. പ്രൈസ് ഗോഡ്. 32-ാം അധ്യായത്തിന്റെ 33-ാം വാക്യത്തിൽ യഹോവയായ ദൈവം, സ്തോത്രം, മോശയോട് പറയുന്നു, എന്നോട് പാപം ചെയ്തവന്റെ പേര് ഞാൻ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. നിങ്ങൾ കണ്ടോ അവിടെ 32-ന്റെ 33, പുറപ്പാട് 32-33 ദൈവസന്നിധിയിൽ പാപം ചെയ്തവരുടെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് ദൈവം മായ്ച്ചു കളയുന്നു. അതുകൊണ്ടും തീരുന്നില്ല. 32-ന്റെ 28-ാം വാക്യത്തിൽ 3000 പേര് താഴ്വരയിൽ മരണപ്പെടുന്നു. ഒന്ന് ഓർത്തെ, ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ, പഴയ നിയമത്തിന്റെ കൽപ്പനകളുമായി, കൽപ്പലകകളുമായി, നിയമത്തിന്റെ പലകകളുമായി, ശുശ്രൂഷയുമായി മോശ ഇറങ്ങി വരുമ്പോൾ പലരുടെയും പേര് ജീവപുസ്തകത്തിൽ നിന്ന് പോകുന്നു. പലരും ഈ ലോകത്തിൽ നിന്ന് തന്നെ മാറ്റപ്പെട്ട് മരണപ്പെടുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, നമ്മളിപ്പോൾ വായിച്ച യോഹന്നാൻ 6-ന്റെ 63-ാം വാക്യത്തിൽ യേശു പറഞ്ഞില്ലേ, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നെന്ന്. ഇത് നിശ്ചയമായിട്ടും കർത്താവായ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് സ്വർഗാരോഹണം ചെയ്ത് വാഗ്ദത്ത വിഷയമായ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ, ആമീൻ, അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, പെന്തിക്കോസ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ, ആമീൻ, ആകാശത്ത് നിന്ന് മുഴക്കമുണ്ടായി. അവരിരുന്ന വീട് മുഴുവൻ നിറയ്ക്കുവാനിടയായി.
പുതിയ നിയമത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെട്ടപ്പോൾ, പുതിയ നിയമത്തിന്റെ സഭയുടെ ഇനാഗുറേഷൻ വെളിപ്പെട്ടപ്പോൾ, പുതിയ നിയമ സഭയുടെ ആരംഭത്തിൽ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാത്തിരുന്നവരുടെ മേൽ കൊട്ടിയ കാറ്റാൽ, ഇടി മുഴക്കത്താൽ അവരെ നിറയ്ക്കുവാനിടയായി തീർന്നു. എന്ത് സംഭവിച്ചു? 38-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലപ്രവൃത്തി 2:38 ഇതിന്റെ മധ്യയിൽ വലിയ ജനക്കൂട്ടങ്ങൾ ഒന്നിച്ചു കൂടിയപ്പോൾ പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുമെന്ന് പറഞ്ഞു. 41-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അന്ന് 3000 പേർ, അവന്റെ വാക്ക് കൈക്കൊണ്ട 3000 പേർ സ്നാനമേറ്റ് ആ 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, അവർ കൂട്ടായ്മ ആചരിച്ചു, അവർ അപ്പം നുറുക്കി, അവർ പ്രാർത്ഥന കഴിച്ചു. കണ്ടോ, പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ വെളിപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ വെളിപ്പെടുമ്പോൾ, ദൈവശക്തി മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ, ആ ലൈഫ് ജീവിപ്പിക്കുന്ന ആത്മാവ്, ജീവിപ്പിക്കുന്ന വചനം അവിടെ മൂവ് ചെയ്തപ്പോൾ അവിടെ 3000 പേരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി. അവിടെ 3000 പേരുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതുക മാത്രമല്ല, അവരുടെ അകത്തേക്ക് സോയ ലൈഫ് കടന്നു വന്നു, അവരുടെ അകത്തേക്ക് ക്രിസ്തുവിന്റെ ജീവൻ കടന്നു വന്നു, അവരുടെ അകത്തേക്ക് വലിയ ലൈഫ് കടന്നു വന്നു. പഴയ നിയമത്തിൽ കൽപ്പനകളുമായി മോശ ഇറങ്ങി വന്നപ്പോൾ പലരുടെയും പേര് ജീവപുസ്തകത്തിൽ നിന്ന് പോയി, പലരും മരണപ്പെട്ടു. എന്നാൽ ഇവിടെ സ്ഥിതികൾ മാറുകയാണ്, ഇവിടെ സിറ്റുവേഷനുകൾ മാറുകയാണ്. ഇന്ന് ഈ ഞായറാഴ്ച ഈ പകലിൽ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വന്നിരിക്കുന്നത് പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പുണ്യാഹ രക്തത്തിനരികിലാണ്. അങ്ങനെങ്കിൽ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നവരുടെ ആത്മാവിൽ, അവരുടെ ശരീരത്തിൽ, അവരുടെ കുടുംബങ്ങളിൽ, അവരുടെ തലമുറകളിൽ യേശുവിന്റെ നാമത്തിൽ ജീവിപ്പിക്കുന്ന ആത്മാവ്, യേശു പറഞ്ഞതുപോലെ ഞാൻ സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു എന്ന് എഴുതിയിരിക്കുന്നെങ്കിൽ ആ ജീവൻ, ആ ആത്മാവ് ഇപ്പോൾ നിങ്ങളെ സ്പർശിക്കുവാൻ ഈ പ്രസംഗം, ഈ മെസ്സേജ് മൊബൈൽ ഫോണിലൂടെയോ ലാപ്ടോപ്പിലൂടെയോ ടിവിയിലൂടെയോ എങ്ങനെയാണോ നിങ്ങൾ കേൾക്കുന്നത്, ഈ ശബ്ദം നിങ്ങളുടെ കാതിൽ മുഴങ്ങുമ്പോൾ തന്നെ വലിയ ഒരു ജീവൻ നിങ്ങളുടെ ആത്മാവിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ആത്മാവും ജീവനുമാകുന്ന വചനം നിങ്ങളിൽ ഓരോരുത്തരിലേക്കും ഇന്ന് പകലിൽ നിങ്ങൾ വിശ്വാസത്തോടെ ഇത് സ്വീകരിച്ച് ഏറ്റെടുക്കുമ്പോൾ അത് വെളിപ്പെട്ടാൽ എന്ത് സംഭവിക്കും? യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 32-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ യെശയ്യാ 32:15 പറയുന്നുണ്ട്, ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനം വനമായി എണ്ണപ്പെടും. ഈ ജീവിപ്പിക്കുന്ന ആത്മാവ്, ഈ സോയ ലൈഫ് നിങ്ങളിലേക്ക് വെളിപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഉയരത്തിൽ നിന്നുള്ള ആത്മാവ് നിങ്ങളുടെ മേൽ പകർന്നു കഴിഞ്ഞാൽ മരുഭൂമി ഉദ്യാനമായി തീരും, ആ വിൽഡർനെസ് വളരെ ഫ്രൂട്ട്ഫുൾ ഫീൽഡായി തീരും. ഹല്ലേലൂയ. നിങ്ങളുടെ ലൈഫിലെ ആ ഫോറസ്റ്റ് അല്ലെങ്കിൽ ആ വനമായി എണ്ണപ്പെട്ടിരിക്കുന്ന അനുഭവങ്ങൾ, ആ മരുഭൂമിയുടെ അനുഭവങ്ങൾ ഫ്രൂട്ട്ഫുൾ ആയി തീരും, ബ്യൂട്ടിഫുൾ ആയി തീരും. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ എത്ര സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിലെ മരുഭൂമികൾ ഉദ്യാനമായി തീരണം, ഉദ്യാനം വനമായി എണ്ണപ്പെടണം? അല്ല, ഞാൻ മറ്റൊരു സത്യം കൂടെ പറയട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ മരുഭൂമികൾ പലതും ഉദ്യാനമായി തീർന്നതും ഉദ്യാനങ്ങൾ പലതും വനമായി എണ്ണപ്പെട്ടതും ഈ ജീവന്റെ ആത്മാവ് നിങ്ങളിൽ വന്നതുകൊണ്ടല്ലേ? ഇന്ന് വളരെ അനുഗ്രഹത്തിന്റെ മധ്യയിൽ, സമൃദ്ധിയുടെ നടുവിൽ, എല്ലാ നിറവുകളുടെ നടുവിൽ ഒന്നിനും കുറവില്ലാതെ സ്വസ്ഥതയോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ ഈ ശുശ്രൂഷകളിൽ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓരോരുത്തരും, ഞാനും നിങ്ങളും എല്ലാം പങ്കെടുക്കുന്നത്, ശുശ്രൂഷിക്കുന്നത്, ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിലെ മരുഭൂമികളെ ദൈവത്തിൻ്റെ ആത്മാവ് ഉദ്യാനമാക്കിയത് കൊണ്ടും പല ഉദ്യാനങ്ങളെയും വനമാക്കി തീർത്തത് കൊണ്ടുമല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിന് ഈ ഞായറാഴ്ച പകലിൽ നമുക്ക് നന്ദി പറയാൻ കഴിയണം. ഇത് ഇവിടം കൊണ്ടും തീരുന്നില്ല. ഇതൊരു പ്രൊഫറ്റിക്കൽ വേർഡാണ്.
ഇത് ചില കുടുംബങ്ങളോടൊരു പ്രവചനമായി, ദൈവിക ആലോചനയായി ഞാൻ കൈമാറുകയാണ്. ഈ ക്രിസ്തുവിന്റെ ജീവൻ നിങ്ങളിൽ വെളിപ്പെടുന്നു. ഈ ക്രിസ്തുവിന്റെ ജീവൻ നിങ്ങളുടെ സ്തോത്രം ജീവിതത്തിൽ, നിങ്ങളുടെ ആത്മാവിൽ വെളിപ്പെട്ട് അവിടം കൊണ്ട് ഇത് അവസാനിക്കുന്നില്ല. ഞാൻ ഇങ്ങനെ നിങ്ങളെ നോക്കി ഡിക്ലെയർ ചെയ്യുകയാണ്, അത് നിങ്ങളുടെ തലമുറകളുടെ മേൽ ദൈവം പകരും. അതാണ് യെശയ്യാ 44:3 എഴുതിയിരിക്കുന്നത്. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതി മേൽ എന്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്റെ മേൽ എന്റെ അനുഗ്രഹത്തെയും പകരും. അതിനൊരു ആമീൻ പറഞ്ഞേ. നിന്റെ സന്തതി മേൽ എന്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്റെ മേൽ എന്റെ അനുഗ്രഹത്തെയും പകരും. ഹല്ലേലൂയ. നിന്റെ തലമുറകളുടെ മേൽ എന്റെ ആത്മാവിനെ ഞാൻ പകരും. ആമേൻ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ ആരാധിക്കുന്നു, നിങ്ങൾ വചനം പ്രസംഗിക്കുന്നു, നിങ്ങൾ ദൈവവേല ചെയ്യുന്നു, നിങ്ങൾ ജീവനുള്ള കർത്താവിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു. പക്ഷെ നിങ്ങളിൽ പലരും ഇന്ന് പകലിൽ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു, കർത്താവേ, എന്റെ തലമുറകൾ വഴിപിഴച്ചു പോകരുതേ, എന്റെ തലമുറകൾ നശിച്ചു പോകരുതേ, എന്റെ തലമുറകൾ പട്ടുപോകരുതേ, എന്റെ തലമുറകൾ നിലനിൽക്കണമേ, എന്റെ തലമുറകളെ സ്വർഗമേ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ യെശയ്യാ 54:13 വായിക്കുന്നത് പോലെ നിന്റെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കും. നിന്റെ മേൽ പകർന്ന എന്റെ ആത്മാവിനെ, സ്തോത്രം, നിന്റെ അധരത്തിൽ ഞാൻ തന്ന എന്റെ വചനങ്ങളെ നിന്റെ സന്തതിയുടെ മേലും നിന്റെ സന്തതിയുടെ മേലും സന്തതിയുടെ മേലും ദൈവം പകരുവാൻ വിശ്വസ്തനാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. അതേ പ്രിയരെ, ഉയരത്തിലെ അവന്റെ ആത്മാവിനെ അവൻ നമ്മുടെ മേൽ പകരുമ്പോൾ നമ്മളുടെ മരുഭൂമികൾ ഉദ്യാനമാകും, ഉദ്യാനം വനമായി എണ്ണപ്പെടും. ഇത് കേവലം ഒരു പ്രസംഗമല്ല കേട്ടോ, 100 ആയിരക്കണക്കിന് ആൾക്കാരുടെ അനുഭവമാണ്. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതാ സാക്ഷികളുടെ വലിയ ഒരു സമൂഹം ഞങ്ങൾക്ക് ചുറ്റും നിൽക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾക്കിത് ആദ്യത്തെ കേൾവിയായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച്, ഞങ്ങൾ ഓരോ പ്രിയപ്പെട്ടവരെ സംബന്ധിച്ച്, ഇന്നിത് കേട്ടോണ്ടിരിക്കുന്ന പല കുടുംബങ്ങളെ സംബന്ധിച്ച് അവർക്ക് എത്ര അനുഭവങ്ങൾ അറിയാം. ജീവിതത്തിലെല്ലാം തകർന്നവൻ, തകർക്കപ്പെട്ടവൻ, ശൂന്യത അനുഭവിച്ചവൻ, പരാജയപ്പെട്ടവൻ, ജീവിതത്തിലെ പരാജയങ്ങൾ ഏറ്റുവാങ്ങി എത്രയെത്രയോ വ്യക്തികളിൽ ഈ സോയലായി ജീവിപ്പിക്കുന്ന ആത്മാവ്, അല്ലെങ്കിൽ ജീവന്റെ വചനമാകുന്ന ക്രിസ്തു കടന്നു വന്നതിനാൽ, യേശു കടന്നു വന്നതിനാൽ അവരുടെ ജീവിതത്തിലെ മരുഭൂമികൾ ഉദ്യാനങ്ങളായി തീർന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു സംഭവം ഞാൻ വിശുദ്ധ ബൈബിളിൽ ഞാൻ വായിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുവരികയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ, അവൻ ഗനസരേത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ, ആര്? കർത്താവായ യേശു ക്രിസ്തു ഗനസരേത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കുകയാൽ 2 പടക് കരയ്ക്ക് അടുത്തു നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻ പിടിക്കാറിറങ്ങി വല കഴുകുകയായിരുന്നു. ആമേൻ. ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിൽ നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു. അതിന് ശിമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. അവർ മറ്റേ പടകിൽ ഉള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെയും കൂടെ മാടി വിളിച്ചു. അവരും വന്നു. പടക് 2 മുങ്ങുവാറാകുവോളം നിറച്ചു. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണ്, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. നോക്കി, അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോട് കൂടെയുള്ള എല്ലാവർക്കും പരിഭ്രമമുണ്ടായി. അവർ ആശ്ചര്യപ്പെട്ടു, അവർക്ക് സംഭ്രമം പിടിച്ചു. ഇവിടെ നിങ്ങൾ ഒരു സംഭവം കാണുന്നുണ്ടോ? ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു മീനെ പോലും ലഭിക്കാതെ ആ ജോലി കഴിഞ്ഞ് മടങ്ങി വന്ന് പടക് കരയോടടുപ്പിച്ച് വല കഴുകുന്ന നിരാശനായ ഒരു പീറ്റർ, ഒരു പത്രോസ്. അതേ ഗനസരേത്ത് തടാകത്തിന്റെ കരയിൽ ദൈവവചനം പ്രസംഗിക്കുന്ന ജീവന്റെ ആത്മാവിന്റെ ഉടമസ്ഥനായ യേശു ക്രിസ്തു.
ആ കർത്താവ് ദൈവവചനം പ്രസംഗിക്കുന്ന സമയത്ത് പുരുഷാരം അത് കേൾക്കേണ്ടതിന് തിക്കി തിരക്കിക്കൊണ്ടിരിക്കുമ്പോൾ 2 പടക് കരയ്ക്ക് വന്ന് അടുത്തു. 2 പടക്. എനിക്ക് ആ ഒരു പരാമർശം വളരെ സന്തോഷകരമാണ്. ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നൊരു വേർഡാണത്. 2 പടക് വന്നു എന്ന് എഴുതിയിരിക്കുന്നത്. 2 പടക് കരയ്ക്കെടുത്തു. ആൻഡ് സോ 2 ഷിപ്പ് സ്റ്റാൻഡിങ് ബൈ ദ ലേക്ക്. 2 ഷിപ്പുകൾ, 2 ബോട്ടുകൾ, 2 പടകുകൾ കരയ്ക്കെടുത്തു. അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കായിരുന്നു, വേറെ ഒരു പടകും കർത്താവിന് കിട്ടാഞ്ഞിട്ടാണ്, പത്രോസിന്റെ പടക് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് പത്രോസിന്റെ പടകിലേക്ക് യേശു കയറിയതെന്ന് ചിന്തിക്കാമായിരുന്നു. ഒരിക്കലും അങ്ങനെയല്ല. വേറെയും പടക് അവിടെ ഉണ്ടായിരുന്നു. 2 പടക് ആ സമയത്ത് അവിടെ വന്നു എന്ന് എഴുതിയിട്ടുണ്ട്. മറ്റ് പല പടകുകളും ഉണ്ടായിരുന്നപ്പോൾ, മറ്റ് പല പടകുകളിലും യേശുവിന് കയറാൻ അവസരമുണ്ടായിരുന്നപ്പോൾ, അവരുടെ പടകുകളിലുള്ളവരെ ശ്രദ്ധിക്കാൻ അവസരമുണ്ടായിരുന്നപ്പോൾ, എന്തുകൊണ്ടാണ് ഈ പടകിലേക്ക് മാത്രം യേശു ഫോക്കസ്ഡ് ആയത്? എന്തുകൊണ്ടാണ് ആ പടകിൽ വന്ന പത്രോസിലേക്ക് മാത്രം യേശു ഫോക്കസ്ഡ് ആയത്? എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ 2 കാരണങ്ങൾ അവിടെയുണ്ട്. ഒന്ന്, ദൈവത്തിന്റെ കോളിംഗ്, ദൈവത്തിന്റെ വിളി, ദൈവത്തിന്റെ മുൻനിർണയം. ദൈവത്തിന്റെ മുൻനിർണയം ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വിളി ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ, ദൈവത്തിന്റെ പദ്ധതികൾ ഒരു വ്യക്തിയിൽ ദൈവം മുന്നമേ കണ്ടിട്ടുണ്ടെങ്കിൽ, പലരെയും മറികടന്നു വരുന്ന ഒരു അഭിഷേകം ആ വ്യക്തിയിൽ വെളിപ്പെടും. പലരെയും മറികടന്നു വരുന്ന ഒരു അനുഗ്രഹം ആ വ്യക്തിയിൽ വെളിപ്പെടും. പലരെയും മറികടന്നു വരുന്ന ഒരു നന്മ ആ വ്യക്തിയിൽ വെളിപ്പെടും. നമുക്കറിയാം, ഇശ്യായി എന്ന് പറയുന്ന മനുഷ്യന് പല പുത്രന്മാരുണ്ടായിരുന്നു. തണ്ടും തടിയും തൻ്റെ ഇടവുമുള്ള ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള പല മക്കളും ഉണ്ടായിരുന്നു. അവരെയൊക്കെ നിരനിരയായി സാമുവേലിന്റെ മുമ്പിൽ ഇറക്കി നിർത്തുമ്പോഴും പരിശുദ്ധാത്മാവ് സാമുവേലിനോട് പറയുന്നില്ല അവരെ ആരെയും അഭിഷേകം ചെയ്യാൻ. പിന്നെയും സാമുവേൽ ഇങ്ങനെ ചോദിക്കുകയാണ്, ഇനി ആരെങ്കിലും ഉണ്ടോ? നെക്സ്റ്റ് വൺ. ഇനി ആരെങ്കിലും ഉണ്ടോ? നെക്സ്റ്റ്. ഇങ്ങനെ അടുത്തടുത്ത ആൾക്കാരെ കൊണ്ടുവന്നിട്ടും ആത്മാവ് സാമുവേലിനോട് ആരെയും അനോയിന്റ് ചെയ്യാൻ പറയുന്നില്ല. പിന്നെ ഈ സാമുവേൽ ചോദിക്കുന്നു, ഇനി ആരെങ്കിലും ഉണ്ടോ? വളരെ ലേസിയായി, നിസ്സാരമായി, പുച്ഛത്തോടെ അപ്പൻ പറഞ്ഞു, ഇനി ഒരുത്തനുണ്ട്, അവൻ കാട്ടിലാണ്, അവൻ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുകയാണ്, അവനെ വിളിപ്പീൻ. അവനെ വിളിച്ചല്ലാതെ ഞാൻ പന്തിയിൽ ഇരിക്കുന്നില്ല എന്ന് സാമുവേൽ അറിയിക്കുന്നു. നിർബന്ധപൂർവം ദാവീദിനെ കാട്ടിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അവനെ കണ്ട ഉടനെ ആത്മാവ് സാമുവേലിനോട് അവനെ അഭിഷേകം ചെയ്യുക എന്ന ആലോചന അറിയിക്കുന്നു. നിങ്ങൾ ഓർത്തെ, നിരനിരയായി നിൽക്കുന്ന പല തലകൾ നിങ്ങൾ കാണുന്നുണ്ടോ? 6 അടി 3 ഇഞ്ചും 6 അടി 4 ഇഞ്ചും 6 അടി 2 ഇഞ്ചും ഒക്കെ നീളമുള്ള പലരും ഇങ്ങനെ നിരനിരയായി, നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള ചേട്ടന്മാരിങ്ങനെ നിരനിരയായി നിൽക്കുമ്പോൾ ആ ശിരസുകളെ ഒക്കെ മറികടന്നാണ് ഈ കൊച്ചന്റെ മുകളിലോട്ട് അഭിഷേകത്തിന്റെ തൈലം വന്ന് വീഴുന്നത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇതാരോടുള്ള ഒരു ദൂതാണ്. ദൈവത്തിന് നിന്നെക്കുറിച്ച്, നിന്റെ കുടുംബത്തെക്കുറിച്ച് ഒരു സ്പെഷ്യൽ പർപ്പസ് ഉണ്ടെങ്കിൽ, ഒരു പ്രത്യേക പദ്ധതി ഉണ്ടെങ്കിൽ, ചിലരെ മറികടന്ന് ആ വിടുതൽ നിന്റെ വീട്ടിൽ വരും. ചിലരെ മറികടന്ന് ആ അഭിഷേകം നിന്റെ മേളിൽ വരും. ചിലരെ മറികടന്ന് പലരും അതിനുവേണ്ടി കൊതിക്കുന്നുണ്ട്, പലരും അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്, പലരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ നീ അതിനുവേണ്ടി ശ്രമിക്കുന്നില്ലായിരിക്കും, പ്രാർത്ഥിക്കുന്ന പോലും ഇല്ലായിരിക്കും. പക്ഷെ പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട ഒരു വ്യക്തിയായതുകൊണ്ട്, താങ്കൾ ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട ഒരു വ്യക്തിയായതുകൊണ്ട് ആ ദൈവപ്രവൃത്തി താങ്കളുടെ മേൽ വെളിപ്പെട്ടു വരും. യെരൂശലേമിൽ ആട്ടുവാതുക്കൽ 5 മണ്ഡപം ഉണ്ടായിരുന്നു. 5 മണ്ഡപങ്ങളിൽ നിറയെ രോഗികൾ ഉണ്ടായിരുന്നു. അവരെല്ലാവരും സൗഖ്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. യോഹന്നാൻ 5-ലാണ് അത് വായിക്കുന്നത്. പക്ഷെ ആ 5 മണ്ഡപങ്ങളിൽ കിടന്ന രോഗികളെ പലരെയും മറികടന്ന് നടന്നാണ് യേശു കർത്താവ് 38 വർഷം കുളക്കരയിൽ കിടന്ന ആ രോഗിയുടെ അരികിൽ വന്നതും അവനെ സൗഖ്യമാക്കിയതും. ഇതാ ചിലരെ മറികടന്നു വരുന്ന സൗഖ്യം, ചിലരെ മറികടന്നു വരുന്ന അഭിഷേകം, ചിലരെ മറികടന്നു വരുന്ന നിറവുകൾ. കണ്ടോ, പല പടകുകൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ പത്രോസിന്റെ പടകിൽ യേശു ഫോക്കസ്ഡ് ആയി, യേശു ശ്രദ്ധിച്ചു. എന്നിട്ട് പത്രോസിനോട് യേശു പറയുകയാണ്, കരയിൽ നിന്നും
നീ അല്പം ഒന്ന് നീക്കണം. വാക്യം 3. അവനോട് അപേക്ഷിച്ചു, കരയിൽ നിന്നും നീ അല്പം ഒന്ന് നീക്കണം. പത്രോസേ, എനിക്ക് നിന്നെ പ്രിപ്പയർ ചെയ്യാൻ കഴിയണമെങ്കിൽ നിന്നിൽ ഒരു സെപ്പറേഷൻ ഉണ്ടാകണം. ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം നിന്നിലേക്ക് എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയണമെങ്കിൽ നിന്നിൽ ഒരു സെപ്പറേഷൻ ഉണ്ടാകണം. കൂട്ടത്തിൽ പാടുകയും വെള്ളത്തിൽ പൂട്ടുകയും ചെയ്യുന്ന ഇടപാടല്ല ദൈവവിളിയും ശുശ്രൂഷയും. ദൈവത്തിന്റെ പദ്ധതി ഉള്ളവന്, ദൈവത്തിന്റെ കോളിംഗ് ഉള്ള ഒരു വ്യക്തിക്ക്, ദൈവത്തിന് ഉദ്ദേശമുള്ള ഒരു വ്യക്തിക്ക് എപ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന ഒരു സെപ്പറേഷൻ എല്ലാവരിൽ നിന്നും ആ വ്യക്തിക്ക് ഉണ്ടാകും. നമുക്കറിയാം, ടാബോർ മൗണ്ടനിൽ, മറുരൂപമലയിൽ 12 ശിഷ്യന്മാരുണ്ടായിരിക്കെ അതിൽ 3 പേരെ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഈ 3 പേരെ മാത്രം കൂട്ടിക്കൊണ്ട്, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ 9 എണ്ണത്തെ അവിടെ നിർത്തി 3 എണ്ണത്തെ സെപ്പറേറ്റ് ചെയ്ത് കർത്താവ് മൗണ്ടനിലേക്ക് കൊണ്ടുപോയി. എന്തിനായിരുന്നു ആ സെപ്പറേഷൻ? ഗ്ലോറി അവർക്ക് റിവീൽ ചെയ്യാൻ, ദൈവമഹത്വം മാനിഫെസ്റ്റ് ചെയ്യാൻ, ദൈവ ശബ്ദം അവരെ കേൾപ്പിക്കാൻ. ഒരു സ്പെഷ്യൽ പർപ്പസ് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നീ 3 പേരിലും ഉണ്ടായിരുന്നു. ഇവരുടെ ശുശ്രൂഷ നിങ്ങൾ നോക്കിയാൽ മതി, അവരുടെ മരണം നിങ്ങൾ നോക്കിയാൽ മതി, അവരുടെ ലൈഫ് നിങ്ങൾ നോക്കിയാൽ മതി. ഈ 3 പേരെ കുറിച്ചും യേശുവിന് ഒരു സ്പെഷ്യൽ പർപ്പസ് ഉണ്ടായിരുന്നു, ഒരു പ്രത്യേക പദ്ധതി ഉണ്ടായിരുന്നു. അതിനുവേണ്ടി യേശു എന്ത് ചെയ്തു? 12 എണ്ണത്തിൽ നിന്ന് ഈ 3 എണ്ണത്തെ സെപ്പറേറ്റ് ചെയ്തു. ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് അത് കാണാൻ കഴിയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. എവിടെ ഒരു സെപ്പറേഷൻ ഉണ്ടോ അവിടെ ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യനോട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, നീ പോയി കെരീത്ത് തോട്ടിൽ ഒളിച്ചിരിക്കണം. കെരീത്ത് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഇത് പ്ലേസ് ഓഫ് സെപ്പറേഷൻ എന്നാണ്, ലോൺലെസ്, ഏകാന്തതയുടെ സ്ഥലം. ഏലിയാവേ, നീ കൊട്ടാരത്തിൽ ശക്തമായി പ്രവചിച്ചുകൊണ്ട് നിന്ന മനുഷ്യനല്ലേ? കൊട്ടാരത്തിലെ രാജാവായ ആഹാബിനോടും ഇസബേലിനോടും നീ ദൂത് പറഞ്ഞ മനുഷ്യനല്ലേ? കൊട്ടാരത്തിൽ വരെ എൻട്രി കിട്ടുന്ന മിനിസ്ട്രി നടത്തിയ ആളല്ലേ? വളരെ ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ശുശ്രൂഷയല്ലേ? പെട്ടെന്ന് ആളും പേരുമില്ലാത്ത ഏകാന്തതയുടെ ഒറ്റപ്പെടലിന്റെ ഐസൊലേറ്റഡ് ആയിരിക്കുന്ന കെരീത്തിലേക്ക് മാറിയിരിക്കാൻ നിന്നോട് എന്തിനാണ് ദൈവം ആവശ്യപ്പെട്ടത്? എന്താ ഏലിയാവേ? വളരെ ശക്തമായി പ്രൊഫറ്റിക്കൽ സ്കൂൾ നടത്തിക്കൊണ്ടിരുന്ന ശിഷ്യന്മാരെ വെച്ചുകൊണ്ട്, പ്രവാചക ശിഷ്യന്മാരെ വെച്ചുകൊണ്ട് ശുശ്രൂഷകൾ നടത്തിക്കൊണ്ടിരുന്ന, വലിയ മിനിസ്ട്രി നടത്തിക്കൊണ്ടിരുന്ന താങ്കൾ ആരോരുമില്ലാത്ത, മനുഷ്യവാസമില്ലാത്ത, ഒരു കുഞ്ഞുങ്ങളുമില്ലാത്ത ഈ കെരീത്തിലേക്ക് എന്തിനാണ് ഏലിയാവേ താങ്കളെ ദൈവം സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുത്തിയത്? മറുപടി ഇത്രയേ ഉള്ളൂ, സരഫത്തിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ. ആ സെപ്പറേഷനിൽ എപ്പോഴും ഓർക്കണം, ദൈവം അനുവദിക്കുന്ന സെപ്പറേഷനിൽ ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. ആ പ്രിപ്പറേഷനകത്ത് ദൈവം തരുന്ന ഒരു പ്രൊവിഷൻ ഉണ്ട്. ആ പ്രൊവിഷനാണ്, ആ കരുതലാണ് നമ്മൾ ആ കാക്കയിലൂടെ കാണുന്നത്. ഏലിയാവിന് അപ്പവും ഇറച്ചിയും ആര് കൊണ്ട് കൊടുത്തു? കാക്ക കൊണ്ട് കൊടുത്തു. അതെ, ദൈവം അനുവദിക്കുന്ന സെപ്പറേഷൻ നമ്മുടെ ലൈഫിലെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ്. ആ പ്രിപ്പറേഷൻ ടൈമിലും കർത്താവ് നമ്മളെ കൈവിടുന്നില്ല, കർത്താവ് നമ്മളെ മറക്കുന്നില്ല. അവിടെയും ദൈവം നമുക്കൊരുക്കുന്നതായ ഒരു പ്രൊവിഷൻ ഉണ്ട്, ഒരു പ്രൊവിഷൻ ഉണ്ട്. ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, പടക് കരയിൽ നിന്നും അല്പം നീക്കണമെന്ന് പത്രോസിനോട് യേശു എന്തിനു വേണ്ടി ആവശ്യപ്പെട്ടു? പത്രോസേ, എനിക്ക് നിന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യാനുണ്ട്. 2, എനിക്ക് ചിലത് നിനക്ക് വേണ്ടി ഈ സമയത്ത് പ്രൊവൈഡ് ചെയ്യാനുണ്ട്. എനിക്കത് പ്രൊവൈഡ് ചെയ്യാൻ കഴിയണമെങ്കിൽ ഈ പടക് കരയിൽ ഇരുന്നാൽ ഒക്കത്തില്ല. ഇതാരോടുള്ള ഒരു മെസ്സേജാണ്, ചില കുടുംബങ്ങളോടുള്ള സന്ദേശമാണ്. ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾ ഒറ്റപ്പെടുന്നുണ്ടോ? ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾ സെപ്പറേറ്റഡ് ആകുന്നുണ്ടോ? എവിടെങ്കിലും നിങ്ങൾ ലോൺലെസ് അനുഭവിക്കുന്നുണ്ടോ? എവിടെങ്കിലും നിങ്ങൾ ഐസൊലേറ്റഡ് ആയിട്ടുണ്ടോ? എവിടെങ്കിലും നിങ്ങൾ ഒറ്റപ്പെടുന്നുണ്ടെങ്കിൽ ഓർത്തു വെച്ചുകൊള്ളുക, God is preparing you. ദൈവം നിങ്ങളെ ഒരുക്കുന്നു വലിയ ദൈവപ്രവൃത്തിക്കായി, വലിയ പദ്ധതികൾക്കായി, വലിയ ഉണർവിനായി. ഇതൊരു ദൈവദാസനോടുള്ള ദൈവത്തിന്റെ ദൂതാണ്. ഇത് കർത്താവിന്റെ ശുശ്രൂഷ നിൽക്കുന്ന ഏതോ ഒരു മനുഷ്യനോടുള്ള, കുടുംബത്തോടുള്ള ആലോചനയാണ്. താങ്കൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ, താങ്കൾ അനുഭവിക്കുന്ന ഈ സെപ്പറേഷൻ, സ്വർഗത്തിലെ ദൈവം നിങ്ങളെ പ്രിപ്പയർ ചെയ്യുകയാണ്. ഈ യോഹന്നാനെ സ്വർഗത്തിലെ ദൈവം പ്രിപ്പയർ ചെയ്ത് മരുഭൂമിയിലെ ശബ്ദമാക്കിയതുപോലെ 30 വർഷക്കാലം
ചെറുപ്പകാലത്ത് തന്റെ പുത്രനെ ഒളിപ്പിച്ചു വെച്ച് 30-ാമത്തെ വയസ്സിൽ യോർദാൻ നദി സ്നാനപ്പെടുത്തി ആത്മാവിനെ പകർന്ന് ഒരു കൊടുങ്കാറ്റ് പോലെ സ്വർഗം ഉപയോഗിച്ചതുപോലെ സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളിൽ വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. യേശു കർത്താവ് പത്രോസിന്റെ പടകിൽ പ്രവേശിച്ചു. ആ പടകിൽ കയറി. ഞാനൊരു സത്യമായ കാര്യം നിങ്ങളോട് പറയട്ടെ. യേശു നിങ്ങളുടെ ശൂന്യമായ പടകിൽ കയറിയാൽ, യേശു നിങ്ങളുടെ ശൂന്യതകളുടെ നടുവിലേക്ക് വന്നാൽ, ക്രിസ്തു എന്ന് പറയുന്നത് തന്നെ നിറവാണ്. He is a fullness. He is a fullness of joy. He is a fullness of grace. He is a fullness of abundance. He is the fullness of life. Hallelujah. അതാ യോഹന്നാൻ 10:10 കർത്താവ് പറഞ്ഞത്, മോഷ്ടിക്കാനും അറക്കാനും മുടിക്കാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകാനും അത്രേ ഞാൻ വന്നത്. വിശ്വസിക്കാമോ? എല്ലാം നിന്റെ ലൈഫിൽ സമൃദ്ധിയായി തരുവാൻ യേശുവിന് കഴിയും. ഞാൻ വന്നത് നിനക്ക് ജീവൻ ഉണ്ടാകാൻ, അത് സമൃദ്ധിയായിട്ട് ഉണ്ടാകാനാ വന്നത്. ശൂന്യതയായിരിക്കാം ഇപ്പോൾ, തകർച്ചയായിരിക്കാം ഇപ്പോൾ, എന്നെ കേട്ടോണ്ടിരിക്കുമ്പോഴും ആയിരക്കണക്കിന് പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കാം നിങ്ങൾ. പക്ഷേ നിങ്ങളുടെ ശൂന്യതയെ ക്രിസ്തുവിന് നിറവാക്കാൻ കഴിയും. നിങ്ങളുടെ ദാരിദ്ര്യത്തെ കർത്താവിന് സമൃദ്ധിയാക്കാൻ കഴിയും. നിങ്ങളുടെ പരാജയത്തെ യേശുവിന് ജയമാക്കാൻ കഴിയും. നിങ്ങളുടെ വീഴ്ചകളെ കർത്താവിന് ഉയർച്ചയാക്കാൻ കഴിയും. നിങ്ങളുടെ തകർച്ചകളെ യേശുവിന് വൻ വിജയങ്ങളാക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ വായ് കൊണ്ട് പറയാമോ, എനിക്ക് ജീവൻ ഉണ്ടാകാൻ, സമൃദ്ധിയായിട്ട് അത് ഉണ്ടാകാനാണ് യേശു എന്നിൽ വന്നിരിക്കുന്നത്. ഇവിടെ 2 പദ്ധതികൾ യോഹന്നാൻ 10:10 യേശു പറയുന്നുണ്ട്. ഒന്ന് പിശാചിന്റെ പ്ലാൻ, പിശാചിന്റെ പ്രോജക്റ്റ്. എന്താ പിശാചിന്റെ പ്രോജക്റ്റ്? മോഷ്ടിക്കുക, അറക്കുക, മുടിക്കുക, ഇല്ലാതെയാക്കുക, ലൈഫ് തകർക്കുക, ലൈഫിനെ ഇല്ലാതാക്കുക. എന്നാൽ യേശുവിന്റെ പദ്ധതി എന്താണ്? യേശു വന്നത് ജീവൻ ഉണ്ടാകാൻ, അത് സമൃദ്ധിയായിട്ടുണ്ടാകാൻ, നിനക്കൊരു സ്വയ ലൈഫ് തരാൻ, സമൃദ്ധിയായ ഒരു ജീവൻ നിന്റെ ആത്മാവിലേക്ക് പകരാൻ. വിശ്വസിച്ചേ, വിമർശിക്കാതെ വിശ്വസിച്ചേ. ആ വായുകൾ കൊണ്ട്, അധരങ്ങൾ കൊണ്ട് ഒന്ന് ശബ്ദമുയർത്തി പറഞ്ഞ്, യേശുവേ, യേശുവേ, എന്റെ ആത്മാവിലേക്ക് കടന്നു വരണമേ, ജീവൻ ഉണ്ടാകാൻ, അത് സമൃദ്ധിയായി ഉണ്ടാകാൻ. സമൃദ്ധിയായ ജീവൻ വാ കൊണ്ട് പറഞ്ഞ്, സമൃദ്ധിയായ ജീവൻ. ഈ ലൈവ് ചാറ്റിൽ ഈ ഞായറാഴ്ച ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേ, സമൃദ്ധിയായ ജീവൻ. abundant life, abundant life in Christ, abundant life in Christ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില വ്യക്തികളിൽ സൗഖ്യമുണ്ടാകുന്നത് എനിക്ക് ആത്മാവിൽ അറിയാം. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില ദാരിദ്ര്യത്തിന്റെ പിശാച് ചില കുടുംബങ്ങളെ വിട്ടുപോകുന്നത് എനിക്കറിയാം. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില മരണ ഭയങ്ങൾ, മരണ ഭീതികൾ ചില വ്യക്തികളെ വിട്ടുമാറുന്നത് എനിക്കറിയാം. abundant life, സമൃദ്ധിയായി ഉണ്ടാകുന്ന ജീവൻ. ഹല്ലേലൂയ. നിങ്ങളുടെ ആത്മാവിലേക്ക് വെളിപ്പെടുകയാണ്. താങ്ക് യു പ്രഷ്യസ് ഹോളി സ്പിരിറ്റ്. യേശു കർത്താവ് ശൂന്യമായ പടകിലേക്ക് കയറി. എന്നിട്ട് കരയിൽ നിന്ന് അല്പം നീക്കുവാൻ അവനോട് ആവശ്യപ്പെട്ടു. അവൻ പുരുഷാരത്തോട് സംസാരിച്ചു. 4-ാം വാക്യത്തിൽ പറയുന്നു, സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമോനോട്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു. ശിമോൻ, നാഥാ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. എന്റെ മെസ്സേജ്, ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്കറിയാം എന്താണ്, അതിന്റെ കുറിവാക്യം എന്താന്ന്. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. അതാണ് പത്രോസ് പറഞ്ഞത്, നാഥാ, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. നിന്റെ വാക്ക്, നിന്റെ വചനം അത് സാധാരണമല്ല, അത് ശക്തമാണ്, അത് ഞാൻ അനുസരിക്കാം. ആ ഒരു വാക്ക്. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ എത്ര പേര് പറയും, എന്റെ കർത്താവിന്റെ ഒരു വാക്ക് മതി, എന്റെ യേശുവിന്റെ ഒരു നോട്ടം മതി എന്റെ അവസ്ഥകൾ മാറാൻ. ഹല്ലേലൂയ. നമ്മൾ പാടാറില്ലേ, മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്ക് മതി എനിക്ക്, മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്ക് മതി എനിക്ക്. യേശുവേ,
പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്ക് മതി എനിക്ക്. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്ക് മതി എനിക്ക്. നാഥ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും എനിക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. അങ്ങനെ അവൻ ചെയ്തപ്പോൾ, കർത്താവിന്റെ വാക്കിനെ അവൻ അനുസരിച്ചപ്പോൾ, ജീവനും ആത്മാവുമാകുന്ന അവന്റെ വചനത്തെ അവൻ അനുസരിച്ചപ്പോൾ, പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വലകീറാറായി. കണ്ടോ? ആത്മീക വിഷയത്തിൽ മാത്രമല്ല നിറവ് വെളിപ്പെട്ടത്. ക്രിസ്തു വന്നു കഴിഞ്ഞപ്പോൾ അവന്റെ ഭൗതിക വിഷയത്തിലും വലിയ നിറവ് അവിടെ വെളിപ്പെടുകയാണ്. ഇത് നമുക്ക് വിശ്വസിക്കാൻ കഴിയണം. എൻ്റെ ആത്മാവിനും എൻ്റെ ശരീരത്തിനും എൻ്റെ ജീവനും എൻ്റെ ഭക്തിക്കും വേണ്ടതെല്ലാം യേശുവിന് തരാൻ കഴിയും. എൻ്റെ കൂടെ ഒന്ന് വാ തുറന്ന് പറഞ്ഞ എല്ലാവരും, എൻ്റെ ജീവനും എൻ്റെ ഭക്തിക്കും വേണ്ടതെല്ലാം യേശുവിന് തരാൻ കഴിയും. എൻ്റെ ആത്മാവിനും എൻ്റെ ശരീരത്തിനും വേണ്ടതെല്ലാം യേശുവിന് തരാൻ കഴിയും. യേശു എൻ്റെ ആത്മാവിന്റെയും എൻ്റെ ശരീരത്തിന്റെയും കർത്താവാണ്. യേശു എൻ്റെ ആത്മീയ വിഷയത്തിന്റെയും എൻ്റെ ഭൗതിക വിഷയത്തിന്റെയും ദൈവമാണ്. വിശ്വസിക്കുന്ന ഒരു ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. അങ്ങനെ അവൻ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. അവൻ മറ്റ് പടകിലുള്ള കൂട്ടാളികളെ സഹായിക്കുവാൻ മാടി വിളിച്ചു. നീ അനുഗ്രഹിക്കപ്പെട്ടാൽ, സോയ ലൈഫ് ക്രിസ്തുവിന്റെ ജീവൻ നിന്നിൽ വെളിപ്പെട്ടാൽ, കർത്താവ് നിന്റെ ജീവിതമാകുന്ന പടകിൽ വന്നാൽ, നിങ്ങൾ മാത്രമല്ല അനുഗ്രഹിക്കപ്പെടുന്നത്, നിങ്ങൾ മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമാകാൻ പോകുന്നു. നിങ്ങൾ മറ്റുള്ളവർക്കും കൊടുക്കുന്നവരാകാൻ പോകുന്നു. ഹല്ലേലൂയ. അവന്റെ പടകിലുള്ള മറ്റു പടകിലുള്ളവരെയും കൂടെ മാടി വിളിച്ചു, സഹായിപ്പാൻ മാടി വിളിച്ചു. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, അവർ വന്ന് 2 പടകും മുങ്ങുമാറാകുവോളം നിറച്ചു. പടകുകൾ മുങ്ങുമാറാകുവോളം നിറച്ചു. ഞാൻ ഇതുപോലെ മറ്റൊരു സംഭവം കാണുന്ന പ്രിയരെ, നിങ്ങൾ വേഗത്തിൽ വരണം. ആ ഒരു ഭാഗം നിങ്ങൾ വായിക്കും. അത് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലാണ്. 21-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് കാണുന്നത്. യേശു കർത്താവ് ആ തിബരിയാസ് കടലിൽ പ്രത്യക്ഷമായപ്പോൾ ശിമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലയിലുള്ള കാനായിലെ നഥനയിലും സബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നെന്ന് പറഞ്ഞു. അവർ പുറപ്പെട്ട് പടകിൽ കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. ലൂക്കോസ് 5 വരുമ്പോഴും പത്രോസ് ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. എവിടെങ്കിലും ശൂന്യത വെളിപ്പെടുന്നെങ്കിൽ, എവിടെങ്കിലും പ്രതീക്ഷിച്ച കാര്യം നടക്കാതിരിക്കുന്നെങ്കിൽ, എവിടെങ്കിലും ചിന്തിച്ചതുപോലെ കാര്യങ്ങൾ പോകാതിരിക്കുന്നെങ്കിൽ ഓർത്തുകൊള്ളുക, അതിന്റെ പിറകിൽ ഒരു ദൈവ പദ്ധതി ഉണ്ട്. അതിന്റെ പിറകിൽ ദൈവത്തിനൊരു വലിയ പർപ്പസ് ഉണ്ട്. അന്ന് രാത്രിയിലും അവർക്ക് ഒന്നും ലഭിച്ചില്ല. എന്നാൽ പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നുവെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. അത് കർത്താവാണെന്ന് അവർക്ക് മനസ്സിലായില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ പറഞ്ഞു. പടകിന്റെ വലത്ത് ഭാഗത്ത് വല വീശുവീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി. മീന്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. ഈ ഭാഗം ശ്രദ്ധിക്കണം. മീന്റെ പെരുപ്പം ഹേതുവായി ആ വല പൊക്കാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ.
ശിഷ്യന്മാർ പത്രോസിന്റെ നേതൃത്വത്തിൽ കുറെ പേര് പിന്മാറ്റത്തിൽ പോയി. പിന്നെയും മീൻ പിടിക്കാൻ തിബിരിയാസ് കടലിൽ പോയി. ആ രാത്രിയിൽ അവർക്ക് ഒരു മത്സ്യവും കിട്ടിയില്ല. എന്നാൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരറിയാതെ ആ കടൽക്കരയിൽ അവർക്ക് പ്രത്യക്ഷമായി. എന്നിട്ട് അവരോട് പറഞ്ഞു പടകിന്റെ വലതു ഭാഗത്തോട്ട് വീശാൻ. പക്ഷെ യേശു ആണെന്നൊന്നും അവർക്ക് മനസ്സിലായില്ല, കണ്ടിട്ട് തിരിച്ചറിഞ്ഞുമില്ല. എന്നാൽ ആ മീൻപിടുത്തത്തിൽ അവർക്ക് വലിയ മത്സ്യങ്ങളെ ലഭിച്ചു. 153 വലിയ മത്സ്യങ്ങളെ കിട്ടി. അത്ര ഉണ്ടായിട്ടും വല കീറിയില്ല എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ അവിടേക്ക് വരുന്നുണ്ട്. അതിന്റെ 11-ാമത്തെ വാക്യത്തിലാണ്. ശീമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. അതിനും അർത്ഥമുണ്ട്. ഞാൻ വരുന്നു, ഇത് നിങ്ങളോടുള്ള സന്ദേശമാണ്. എന്നാൽ ഈ വല ഫുള്ളായി, നെറ്റ് ഫുള്ളായി, വല നിറഞ്ഞു. ഇത് പൊക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയി. ഈ വല ഇവർക്ക് പൊക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയപ്പോൾ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് പറഞ്ഞാൽ യോഹന്നാൻ ഒന്ന് സൂക്ഷിച്ചു നോക്കി, വലയിലോട്ടൊന്ന് നോക്കി. നെറ്റ് ഫുള്ളാണ്, സംഭവം പൊക്കാൻ മേല, അത്ര നിറഞ്ഞിരിക്കുകയാണ്. അവർ ചിന്തിച്ച ചിന്തകൾക്കും അവരുടെ കപ്പാസിറ്റിക്കും അപ്പുറമായത് ഫുള്ളാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, സൂക്ഷിച്ചു നോക്കിയിട്ട് പറയുകയാണ് യോഹന്നാൻ, നെറ്റ് ഫുള്ളാണോ? ഇത് പൊക്കാൻ പറ്റുന്നില്ലയോ? നമ്മുടെ കപ്പാസിറ്റിക്ക് അപ്പുറമാണോ ഇത്? എന്നാൽ അത് കർത്താവാണ്, എന്നാൽ അത് യേശുവാണെന്ന്. പ്രൈസ് ഗോഡ്. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ എത്ര പേർക്ക് പറയാൻ കഴിയും, എന്റെ ചിന്തയ്ക്കും എന്റെ ബുദ്ധിക്കും എന്റെ കഴിവുകൾക്കും അപ്പുറമായ ഒരു ദൈവപ്രവൃത്തി എന്നിൽ വെളിപ്പെട്ടാൽ അത് എന്റെ കഴിവല്ല, എന്റെ ബുദ്ധിയല്ല, എന്റെ ചിന്തയല്ല, അത് കർത്താവാണ്. എവിടെ സൂപ്പർ നാച്ചുറൽ ഉണ്ടോ അത് കർത്താവാണ്. എവിടെ ഞാൻ ചിന്തിച്ചതിനും അപ്പുറമായ നിലകളിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടോ അത് കർത്താവാണ്. എവിടെ ഞാൻ വിചാരിച്ചതിനേക്കാൾ അതീതമായ നിലകളിൽ, അത്ഭുതകരമായ നിലകളിൽ എന്നെ എന്റെ ദൈവം നടത്തുന്നുണ്ടോ അത് യേശുവിന്റെ കരമാണ്. ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആയുസ്സോടെ ഇരിക്കുന്നത് ദൈവത്തിന്റെ കരമാണ്. നിങ്ങൾ ആരോഗ്യത്തോടെ എന്നെ കേൾക്കുന്നത് ദൈവത്തിന്റെ കരമാണ്. നിങ്ങൾ കഴിച്ച ആഹാരം, നിങ്ങൾ കുടിച്ച വെള്ളം, നിങ്ങൾ പാർത്ത ഭവനം, നിങ്ങൾ ധരിച്ച വസ്ത്രം, നിങ്ങൾ അനുഭവിക്കുന്ന സകല നന്മകളും ദൈവത്തിന്റെ ദാനമാണ്, ദൈവത്തിന്റെ കരുതലാണ് എന്ന് ഉറപ്പുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യോഹന്നാൻ പറയുന്നു, നെറ്റ് ഫുള്ളാണോ? നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായിട്ടാണോ കാര്യങ്ങൾ പോയേക്കുന്നത്? സംശയിക്കണ്ട, എന്നാൽ അത് യേശുവാണ്, എന്നാൽ അത് കർത്താവാണ്. അടുത്തൊരു സംഭവം കേൾക്കണോ? അത്ര ഉണ്ടായിട്ടും അവരുടെ നെറ്റ്, വല കീറിയില്ല. എന്താ കാരണം? കാരണം യേശു കർത്താവിന്റെ വാക്ക് കേട്ടാണ് അവർ മീൻ പിടിച്ചത്. യേശു കർത്താവ് തന്നെയാണ് ആ മത്സ്യത്തെ അവരുടെ നെറ്റിൽ കൊടുത്തത്. കർത്താവ് കൊടുത്തതൊന്നും ചോർന്നു പോകുകയില്ല. കർത്താവ് കൊടുത്തതൊന്നും പൊട്ടി സൈഡേ കൂടെ പോകാൻ കർത്താവ് അനുവദിക്കില്ല. ഈ മെസ്സേജ് ആരേറ്റെടുക്കും? ഇത് കേട്ടോണ്ടിരിക്കുന്ന ഏത് വ്യക്തി ദൂത് ഏറ്റെടുക്കും? ദൈവം തന്നതാണെങ്കിൽ, എന്റെ ചിന്തകൾക്കപ്പുറമായി ദൈവമാണത് തന്നതെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. തലമുറയെ തന്നത് ദൈവമാണെങ്കിൽ അവർ നഷ്ടപ്പെട്ടു പോകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ആ ബിസിനസ് തന്നത് ദൈവമാണെങ്കിൽ അത് തകർന്നു പോകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഈ അഭിഷേകം എന്റെ മേൽ പകർന്നത് ദൈവമാണെങ്കിൽ അത് ചോർന്നു പോകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഈ ശുശ്രൂഷയും കൃപാദാനങ്ങളും കൃപാവരങ്ങളും എന്റെ ദൈവമാണ് എനിക്ക് തന്നതെങ്കിൽ അതില്ലാതെയാകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഈ ബന്ധങ്ങൾ ദൈവമാണ് എനിക്ക് തന്നതെങ്കിൽ ആ ബന്ധങ്ങൾ ശിഥിലമാകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. കർത്താവാണ് ഈ നെറ്റിനകത്ത്, വലയ്ക്കകത്ത് മീൻ കയറ്റിയതെങ്കിൽ അത് കപ്പാസിറ്റിക്കും അപ്പുറമാണെങ്കിൽ, നെറ്റ് പൊട്ടിപ്പോകേണ്ട സാഹചര്യമാണെങ്കിലും നെറ്റ് പൊട്ടുകയില്ല, ഇറങ്ങിപ്പോകുകയില്ല. കാരണം അത് ദൈവം നൽകിയതാ. ആരോടോ കർത്താവ് അറിയിക്കുന്നു, ദൈവം തന്നതൊന്നും നഷ്ടപ്പെട്ടു പോകില്ല.
ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ചില വ്യക്തികളിൽ അത്ഭുതകരമായ സൗഖ്യങ്ങൾ കർത്താവ് തരാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ്, ഇന്ന് എടുത്ത വിഷയം തന്നെ ജീവിപ്പിക്കുന്ന ആത്മാവ്, സോയ ലൈഫ് എന്ന വിഷയമാണ്. ലൈഫ്, ജീവൻ തരുന്ന ആത്മാവ്. ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാൻ, അത് സമൃദ്ധിയായിട്ടുണ്ടാകാൻ. എൻ്റെ വചനങ്ങൾ ജീവനും ആത്മാവുമാകുന്നു എന്ന് ഈ പകലിൽ നാം കേട്ടെങ്കിൽ പ്രിയരെ, അത് നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളെ ടച്ച് ചെയ്യട്ടെ. ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്കറിയാം നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ മദ്യപാനത്തിന്റെ പിടിയിലായിരിക്കാം, അവർ പാപത്തിന്റെ പിടിയിലായിരിക്കാം, നിങ്ങളുടെ വീട്ടിൽ അസമാധാനം നിലകൊള്ളുന്നുണ്ടായിരിക്കാം, സ്വസ്ഥതയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. വാ തുറന്ന് പറഞ്ഞ് സമൃദ്ധിയായ ജീവൻ, സോയ ലൈഫ് എൻ്റെ ഭവനത്തിൽ, എൻ്റെ സഹോദരങ്ങളിൽ, എൻ്റെ കുടുംബത്തിൽ വെളിപ്പെടട്ടെ. ആ ഒരു സമൃദ്ധി, ഈ സമൃദ്ധി എന്ന് പറയുമ്പോൾ സാമ്പത്തികവും മാത്രമാണെന്ന് ചിന്തിക്കരുത്. ഈ സമൃദ്ധി എന്ന് പറയുമ്പോൾ ഭൗതിക വിഷയങ്ങളിൽ മാത്രമാണെന്ന് ചിന്തിക്കരുത്. യിരെമ്യാവിന്റെ പ്രവചന പുസ്തകം 33-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യം വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. Behold, I will bring to it health and healing. Behold, I bring to it health and healing. I will heal them and I will reveal to them an abundance of peace and truth. Abundance of peace and truth. സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി ഞാൻ വെളിപ്പെടും. സാമ്പത്തിക സമൃദ്ധി മാത്രം ഫോക്കസ്ഡ് ആകല്ല പ്രിയരെ. ഈ സമ്പത്തുള്ള പലർക്കും ഇല്ലാത്ത ഒരു സംഭവമാണ് സമാധാനം. പൈസ കൊടുത്ത് മേടിക്കാൻ കഴിയാത്ത ഒന്നാണ് സമാധാനം. മെഡിക്കൽ ഷോപ്പുകളിലോ ഹോസ്പിറ്റലുകളിലോ പോയി നമുക്ക് സർജറി ചെയ്ത് വെക്കാൻ കഴിയാത്ത, മരുന്ന് കഴിച്ചാൽ കിട്ടാത്ത ഒന്നാണ് സമാധാനം. ഈ ലോകത്തിലെ മതത്തിനും മനുഷ്യനും തരാൻ കഴിയാത്ത ഒന്നാണ് സമാധാനം. പക്ഷേ ദൈവവചനം പറയുന്നു, ഞാൻ നിങ്ങൾക്ക് രോഗശാന്തിയും ആരോഗ്യവും വരുത്തി നിങ്ങളെ സൗഖ്യമാക്കും എന്നുള്ളത് മാത്രമല്ല, I will reveal to them an abundance of peace and truth. ഞാൻ നിങ്ങൾക്ക് സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി തരും. ആ സമൃദ്ധി വെളിപ്പെടും. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഈ ഞായറാഴ്ച പകലിൽ 2022 ജനുവരി മാസം 9-ാം തീയതി ഈ സന്ദേശം കേൾക്കുന്ന കുടുംബങ്ങളിൽ സമാധാന സമൃദ്ധി വെളിപ്പെടട്ടെ. സമാധാന സമൃദ്ധി വെളിപ്പെടട്ടെ. കർത്താവേ, സ്വസ്ഥതയില്ലാത്ത അനുഭവങ്ങൾ, സ്വസ്ഥത കെടുത്തുന്ന അനുഭവങ്ങൾ, അസ്വസ്ഥരാക്കുന്ന അനുഭവങ്ങൾ യേശുവിൻ നാമത്തിൽ ഇവരിൽ നിന്ന് മാറിപ്പോകേണ്ടതിനായി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു പ്രഷ്യസ് ജീസസ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ 3:1-2 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം. മറ്റൊന്നും വേണ്ട. ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. യേശുവേ, എന്നിലേക്കൊന്ന് വരണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചേ. ഞാൻ കേട്ട വചനങ്ങൾ ആത്മാവും ജീവനുമാ കർത്താവേ. ആ ജീവന്റെ ആത്മാവ് എന്നിൽ വ്യാപരിക്കട്ടെ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ്, റോമർ 8:11, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവും നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ, യേശു ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്നതിന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഭയങ്കര ജീവൻ വെളിപ്പെടുകയാണ്. എനിക്കറിയില്ല, ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഹല്ലേലൂയ, ചില മരണങ്ങളുമായി ജീവൻ കൂട്ടിമുട്ടുകയാണ്. താങ്ക് യു ലോർഡ് ജീസസ്. ആ മരണത്തെ ജീവൻ തോൽപ്പിക്കുകയാണ്. ഞാൻ ആത്മാവിൽ ഇത് പ്രസംഗിക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച, ഞാനിത് പറയാൻ വന്നതല്ല. ഈ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നയീൻ എന്ന പട്ടണത്തിലേക്ക് യേശു കർത്താവ് കടന്നു പോകുമ്പോൾ ഒരു വിധവയുടെ പൈതൽ മരിച്ച് ശവമഞ്ചവുമായിട്ട് ആ കുഞ്ഞിനെ അടക്കാൻ ആ വിധവയും നാട്ടുകാരും ഇങ്ങനെ പോവുകയാണ്. ഒരു ഫ്യൂണറൽ സർവീസ് കടന്നു വരികയാണ്. ആ ശവമഞ്ചത്തിൽ മരിച്ച ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ അടക്കാനായി അവർ പട്ടണവാതിൽക്കൽ വരുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലൂടെ, എതിർവശത്തൂടെ ഇതാ സോയ ലൈഫ് കടന്നു വരികയാണ്. ജീവന്റെ ആത്മാവാകുന്ന ക്രിസ്തു കടന്നു വരികയാണ്. മരണവും ജീവനും കൂടെ ആ പട്ടണവാതിൽക്കൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. മരണവും ജീവനും കൂടെ
ആ പട്ടണവാതിക്കൽ വെച്ച് കൂട്ടിമുട്ടുകയാണ്. ആ പട്ടണവാതിക്കൽ യേശു കർത്താവ് വരുന്നു. ശവമഞ്ചം ചുമന്നുകൊണ്ട് വരുന്നവർ ആ യേശുവിനെതിരെ വരുമ്പോൾ ബൈബിൾ പറയുന്നു, യേശു കർത്താവ് മഞ്ചത്തിൽ തൊട്ടു. യേശു കർത്താവ് മഞ്ചത്തിൽ തൊട്ടു. ചുമക്കുന്നവർ അവിടെ നിന്നു. മരിച്ചവൻ അകത്ത് എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. സോയ ലൈഫ്, ജീവൻ, മരണവുമായി കൂട്ടിമുട്ടുന്ന ജീവൻ. ഓ, മരണത്തിന് പിന്നെ അവിടെ ജയിക്കാൻ കഴിയത്തില്ല. മരണത്തിന് പിന്നെ അവിടെ ജയിക്കാൻ കഴിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ മരണത്തെയും പാതാളത്തെയും ജയിച്ച, സകലത്തെയും ജയിച്ച കർത്താവിന്റെ ജീവൻ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന ചില കുടുംബങ്ങളിൽ, വ്യക്തികളിൽ വെളിപ്പെടട്ടെ. നിന്റെ നിർജീവമായ ഗർഭപാത്രം വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും തലമുറകളില്ലാതെ, വിവാഹം കഴിഞ്ഞ് നാളുകളായിട്ടും മക്കളില്ലാതെ ഭാരപ്പെടുന്നെങ്കിൽ നിന്റെ നിർജീവമായ ഗർഭാശയത്തിലേക്ക് ഈ ജീവന്റെ വചനം, ജീവന്റെ ആത്മാവ് ഈ നിമിഷം കടന്നു വരട്ടെ. ആ നിർജീവമായ അനുഭവങ്ങൾ മാറി അവിടെ ജീവൻ വ്യാപരിക്കട്ടെ. ഒരു ജീവനുള്ള പൈതലിനെ സ്വർഗത്തിലെ ദൈവം അവിടെ ഉരുവാക്കട്ടെ. ഈ നിലകളിൽ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുകയാണ്. പ്രാർത്ഥിച്ചേ, അതരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ചേ. യേശു വന്നിട്ടുണ്ട് നിന്റെ അവസ്ഥയെ മാറ്റാൻ. യേശു വന്നിട്ടുണ്ട് നിന്റെ അനുഭവങ്ങളെ മാറ്റാൻ. അതരങ്ങൾ തുറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കൂട്ടിമുട്ടുകയാണ്. ചില ബന്ധനങ്ങൾ ഇന്ന് പകൽ അഴിയുകയാണ് പ്രിയപ്പെട്ടവരെ, അഴിഞ്ഞു മാറുകയാണ്. യേശുവേ, ആരൊക്കെ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നോ, ആരൊക്കെ ഇപ്പോൾ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നോ, ആരൊക്കെ ഈ ഒരു മൂവ്മെന്റിനെ വളരെ സീരിയസ് ആയി കാണുന്നു, ചിരിക്കുന്നവരല്ല, പരിഹസിക്കുന്നവരല്ല, കളിയാക്കുന്നവരല്ല, പുച്ഛിക്കുന്നവരല്ല, അവർക്കും ഇത് തിരിച്ചറിയാൻ നീ കൃപ കൊടുക്കണം. എന്നാൽ ഈ ഒരു മൂവ്മെന്റിനെ എത്ര പേർ സീരിയസ് ആയി കാണുന്നുവോ? പാഴും ശൂന്യവുമായിരുന്ന ഭൂമിയിൽ, ജീവന്റെ അംശങ്ങളില്ലാതിരുന്ന ഭൂമിയിൽ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മേൽ പരിവർത്തിച്ചപ്പോൾ ജീവജാലങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായതുപോലെ, ദൈവത്തിന്റെ വാക്കിന്റെ മുൻപിൽ സകലതും സൃഷ്ടിക്കപ്പെട്ടതുപോലെ സമർത്ഥിയായ ജീവൻ ഇവരിലേക്ക് വെളിപ്പെടട്ടെ. സമർത്ഥിയായ ജീവൻ ഇവരുടെ ശരീരത്തിൽ വെളിപ്പെടട്ടെ. സമർത്ഥിയായ ജീവൻ ഇവരുടെ കുടുംബങ്ങളിൽ വെളിപ്പെടട്ടെ. സമാധാന സമൃദ്ധി ഇവരുടെ ലൈഫിൽ ഉണ്ടാകട്ടെ. സമാധാന സമൃദ്ധി, സ്വസ്ഥത സമർത്ഥമായിട്ടുണ്ടാകട്ടെ. ആരോഗ്യം സമർത്ഥമായിട്ടുണ്ടാകട്ടെ. ജീവൻ സമർത്ഥമായിട്ടുണ്ടാകട്ടെ. സന്തോഷം സമർത്ഥമായിട്ടുണ്ടാകട്ടെ. എല്ലാ ഡിസ്കറേജ്മെന്റ് സ്പിരിറ്റുകളും, എല്ലാം നിരാശപ്പെടുത്തുന്ന ആത്മാവും, എല്ലാം തകർക്കാൻ നിൽക്കുന്ന ആത്മാവും യേശുവിന്റെ നാമത്തിൽ, എല്ലാ ഫിയറും, എല്ലാ ഭയത്തിന്റെ ദുരാത്മാവും യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. താങ്ക് യു ലോർഡ്. ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. പത്രോസിന്റെ പടകിലേക്ക് വന്നവൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാ. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. തിബരിയാസ് കടൽക്കരയിൽ വന്നവൻ നിങ്ങളുടെ ഭവനത്തിലേക്ക് കയറി വരികയാ. സക്കായിയുടെ വീട്ടിലേക്ക് വന്നവൻ നിങ്ങളുടെ ഭവനത്തിലേക്ക് കയറി വരികയാ. പത്രോസിന്റെ അമ്മായിയമ്മയുടെ വീട്ടിലേക്ക് കടന്നു വന്ന് അവളുടെ പനിയെ, കഠിന ജ്വരത്തെ സൗഖ്യമാക്കിയവൻ നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരികയാ. നിന്റെ പനിയെ സൗഖ്യമാക്കാൻ, നിന്റെ കോവിഡിനെ സൗഖ്യമാക്കാൻ, നിന്റെ രോഗത്തെ സൗഖ്യമാക്കാൻ, നിന്റെ ക്യാൻസറിനെ സൗഖ്യമാക്കാൻ, നിന്റെ ബന്ധനത്തെ അഴിച്ചു മാറ്റാൻ. ഓ ഹല്ലേലൂയ. ജീവൻ നഷ്ടപ്പെട്ട നിന്റെ ശരീരത്തിനകത്ത് ആ സോയ ലൈഫ്, ആ ജീവൻ പകർന്നു തരാൻ കർത്താവ് കടന്നു വരികയാണ്. അതരങ്ങൾ തുറന്ന് ശബ്ദം ഉയർത്തി, ആ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിച്ച് ഭയങ്കര ഹീലിംഗുകൾ നടക്കുക. ഈ സഭായോഗത്തിൽ ഹീലിംഗുകൾ നടക്കുക. ട്യൂമറുകൾ ഡിസപ്പിയർ ആകട്ടെ. തൈറോയിഡിന്റെ അസ്വസ്ഥതകൾ സൗഖ്യമാകട്ടെ. ആർത്രൈറ്റിസുകൾ സൗഖ്യമാകട്ടെ. അത്ഭുത വിടുതലുകൾ സൗഖ്യമാകട്ടെ. യേശു വന്നിട്ടുണ്ട് എന്റെ അവസ്ഥയെ മാറ്റാൻ. യേശു വന്നിട്ടുണ്ട്. ആ കൈകളെ ഉയർത്തിപ്പിടിച്ച് അതരങ്ങൾ തുറന്ന് ചേർന്ന് ഹല്ലേലൂയ. ഓ യേശു വന്നിട്ടുണ്ട്. അവസ്ഥയെ മാറ്റാൻ ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്റെ അവസ്ഥയെ മാറ്റാൻ ഇന്നും ജീവിക്കുന്നു യേശുവേ. ഈ കർത്താവ് കടന്നു വരുമ്പോൾ നിന്റെ മരുഭൂമി ഉദ്യാനമാകും. നിന്റെ വിൽഡർനെസ്, നിന്റെ ജീവിതത്തിലെ അവസ്ഥകൾ മാറും. താങ്ക് യു ജീസസ്. ജീവിപ്പിക്കുന്ന ആത്മാവ് സ്പർശിക്കട്ടെ. താങ്ക് യു ലോർഡ് ജീസസ്. താങ്ക് യു ലോർഡ് ജീസസ്. പല എക്സാമുകൾ എഴുതി, പലതവണ നീ ആ എക്സാമിൽ ഫെയിലിയർ ആയി.
പലതവണ എക്സാമിൽ നീ പരാജയപ്പെട്ടു. ഇനി അതിനകത്തൊരു വിജയം ഉണ്ടാകത്തില്ല ചിന്തിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തിന്റെ ശൂന്യമായ പടകമായി നിൽക്കുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടി ആത്മാവിൽ കാണുന്നു ഒരത്ഭുത വാതിൽ ദൈവം നിനക്ക് വേണ്ടി തുറക്കുക. നിന്റെ സഹോദരങ്ങളെക്കാൾ അധികം, നിന്റെ കുടുംബത്തിലുള്ള മറ്റെല്ലാരേക്കാളും അധികം നിന്നെ മാനിക്കേണ്ടതിന് ഒരു ജീവനുമായിട്ടുള്ള ഒരു കൂട്ടിമുട്ടൽ, ജീവനുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ ഇന്ന് പകൽ സംഭവിക്കുക. ദൈവത്തിന്റെ ജീവനുമായിട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിമായ ഒരു എൻകൗണ്ടർ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. കരച്ചിലിൻ ശബ്ദം കേൾക്കുന്നു യേശുമാ, എൻ കണ്ണുനീർ കടന്നു പോകാത്തോ യേശുമാ. ആരൊക്കെ പൊട്ടിക്കരയെന്ന് എനിക്കറിയാം. ചില സാഹചര്യങ്ങളുടെ മുമ്പിൽ പൊട്ടിക്കരയെന്ന് എനിക്കറിയാം. അപ്പാ എനിക്കറിയാം. തലമുറകളെ ഓർത്ത് കരയുന്നവർ, സാഹചര്യങ്ങളെ കണ്ട് കരയുന്നവർ, ദൈവസ്നേഹം കൊണ്ട് കരയുന്നവർ, ഇത്രയും എന്നെ സ്നേഹിപ്പാൻ എന്നിൽ എന്ത് യോഗ്യത കർത്താവേ എന്ന് പറഞ്ഞ് കരയുന്നവർ, അവരോട് പറയുക, കരച്ചിലിൻ ശബ്ദം കേൾക്കുന്നു യേശുമാ. കണ്ണുനീർ കടന്നു പോകാത്തോ യേശുമാ. കരച്ചിലിൻ ശബ്ദം കേൾക്കുന്നു യേശുമാ. കണ്ണുനീർ കടന്നു പോകാത്തോ യേശുമാ. എൻ രക്ഷകനെ നിന്നിൽ അഭയം ചൊല്ലുന്നേ, എൻ കർത്താവേ നീ മാത്രമാശ്രയം. എൻ രക്ഷകനെ നിന്നിൽ അഭയം ചൊല്ലുന്നേ, എൻ കർത്താവേ നീ മാത്രമാശ്രയം. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ജീവിപ്പിക്കുന്ന ആത്മാവ്, ജീവിപ്പിക്കുന്ന വചനം. ഇന്ന് നിങ്ങൾ വീട്ടിലിരുന്നായിരിക്കാം ഈ സർവീസ് കാണുന്നേ, അല്ലെങ്കിൽ ഒരു വാഹനത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ ഇരുന്നായിരിക്കാം. വേറെ നിങ്ങൾ എവിടെ ഇരുന്നാണ് ഇത് കാണുന്നതെങ്കിലും ദൈവത്തിന്റെ സാന്നിധ്യം, ആ സോയ ലൈഫ്, ആ ജീവിപ്പിക്കുന്ന ആത്മാവ് നിങ്ങളെ സ്പർശിക്കാൻ പോവുകയാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. ഈ നിമിഷം നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ ആത്മാവിൽ ഒരു ജീവൻ ഉണ്ടാകുന്നത്, എന്തോ ഒരു വ്യത്യാസം സംഭവിക്കുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയത്തക്ക നിലകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പ്രവർത്തിക്കും. പക്ഷെ വിശ്വസിക്കാമോ, നിങ്ങളുടെ ഹസ്ബൻഡിൽ അതുണ്ടാകും, നിങ്ങളുടെ വൈഫിൽ, നിങ്ങളുടെ ഡാഡിയിൽ, നിങ്ങളുടെ മമ്മിയിൽ, നിങ്ങളുടെ അപ്പായിൽ, നിങ്ങളുടെ അമ്മയിൽ, നിങ്ങളുടെ സഹോദരങ്ങളിൽ, നിങ്ങളുടെ സഹോദരി, നിങ്ങളുടെ കുഞ്ഞിൽ, നിങ്ങളുടെ നെയ്ബറിൽ, നിങ്ങളുടെ ഫ്രണ്ടിൽ, നിങ്ങളുടെ ആ ഫ്രണ്ട്സ് സർക്കിളിൽ അത് സംഭവിക്കും. താങ്ക് യു ഹോളി ഗോസ്റ്റ്. വായ്കൾ തുറന്ന് പറയാമോ, യേശുവേ
എന്റെ ലൈഫിലേക്കൊന്ന് വരണേ കർത്താവേ, എന്റെ ജീവനിലേക്കൊന്ന് വരണേ ജീവിപ്പിക്കുന്ന ആത്മാവേ. പത്രോസിന്റെ ശൂന്യമായ പടകിലേക്ക് വന്ന് നിറവിനെ അയച്ച കർത്താവേ, പ്രതീക്ഷിക്കാത്ത, ചിന്തിക്കാത്ത, നനയ്ക്കാത്ത, ചിന്തകൾക്ക് അതീതമായ ഒരു വലിയ നിറവ് വെളിപ്പെട്ടപ്പോൾ, ഒരു സമൃദ്ധി വെളിപ്പെട്ടപ്പോൾ യോഹന്നാൻ പറഞ്ഞു, നെറ്റ് ഫുൾ ആണെങ്കിൽ, നമ്മുടെ ചിന്തയ്ക്കപ്പുറമായിട്ട് ഈ വല നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കർത്താവാ, ഇത് കർത്താവാ. അങ്ങനെ വിശ്വസിക്കാൻ പഠിക്ക്, അങ്ങനെ വിശ്വസിക്കാൻ പഠിക്ക്. എന്നെ മാനിക്കുന്ന ദൈവം, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴിൽ നിങ്ങൾ താണിരിപ്പീൻ. ഓ ഹല്ലേലൂയ, ഗോഡ് ഈസ് ലിഫ്റ്റിംഗ് എ റെമനന്റ്. ഒരു ശേഷിപ്പിനെ ദൈവം ഉയർത്തുകയാണ്, ഒരു ശേഷിപ്പിനെ ദൈവം അപ്ലിഫ്റ്റ് ചെയ്യുകയാണ്. വായി തുറന്ന് പറയാമോ, താഴ്ചയല്ല, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും. യേശു വന്ന പടകിൽ ശൂന്യതയല്ല, യേശു വന്ന കുടുംബത്തിൽ തകർച്ചയല്ല, യേശു വന്ന പടകിൽ നിറവാണെങ്കിൽ, യേശു വന്ന കുടുംബങ്ങൾ വിടുതലാണെങ്കിൽ, രൂപാന്തരമാണെങ്കിൽ, ഇന്ന് യേശു നിങ്ങളിൽ വരികയാണ്. കൈകൾ ഉയർത്തി, ആദരങ്ങൾ തുറന്ന് ശബ്ദം ഉയർത്തി, ഹല്ലേലൂയ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. മഹിമ കണ്ടു ഞാൻ യേശുവിൽ, മധുരമായി ഞാൻ എന്നേശുവിൽ, സ്നേഹമറിഞ്ഞു ഞാൻ എന്നേശുവിൽ. യേശു എന്നെല്ലാം എല്ലാം. മഹിമ കണ്ടു ഞാൻ, മഹിമ കണ്ടു ഞാൻ എന്നേശുവിൽ. കാണാൻ പോവാ. മധുരമായി ഞാൻ എന്നേശുവിൽ, സ്നേഹമറിഞ്ഞു ഞാൻ എന്നേശുവിൽ. യേശു എന്നെല്ലാം എല്ലാം. മഹിമ കണ്ടു ഞാൻ യേശുവിൽ, മധുരമായി ഞാൻ എന്നേശുവിൽ, സ്നേഹമറിഞ്ഞു ഞാൻ എന്നേശുവിൽ. യേശു എന്നെല്ലാം എല്ലാം. യേശു എന്നെല്ലാം എല്ലാം. യേശു എന്നെല്ലാം എല്ലാം. മഹിമ കണ്ടു ഞാൻ യേശുവിൽ, മധുരമായി ഞാൻ എന്നേശുവിൽ, സ്നേഹമറിഞ്ഞു ഞാൻ എന്നേശുവിൽ. യേശു എന്നെല്ലാം എല്ലാം. യേശു എന്നെല്ലാം. യേശു എന്നെല്ലാം എല്ലാം. യേശു, യേശു എന്നെല്ലാം എല്ലാം. ചേർന്ന് പാടിയ പോലെ, യേശു, യേശു എന്നെല്ലാം എല്ലാം. യേശു എന്നെല്ലാം എല്ലാം. യേശു എന്നെല്ലാം എല്ലാം. ജീവിപ്പിക്കുന്ന ആത്മാവേ, ഈ നിമിഷം നിന്റെ മക്കളെ തൊടുന്നതിന് നന്ദി. താങ്ക് യു ഹോളി ഗോസ്റ്റ്. ആരോഗ്യമുള്ള ഭാഗത്തുനിന്ന് കരങ്ങളെ വെച്ച് പ്രിയപ്പെട്ടവരെ, ഞാൻ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് ചില പ്രത്യേക അവസ്ഥയിലൂടെ പോകുന്നവരുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അവരൊക്കെ ദയവായിട്ട് ഞങ്ങളുടെ പ്രാർത്ഥനാ സഹകാരികളുമായി കോണ്ടാക്ട് ചെയ്യണം. നിങ്ങളുടെ അവസ്ഥകൾ കർത്താവ് ഇന്നത്തെ മീറ്റിംഗിൽ സംസാരിച്ചുവെങ്കിൽ അവർക്ക് വേണ്ടി കൂടുതലായി പ്രാർത്ഥിക്കണം. അവരുടെ ജീവിതത്തിൽ വലിയ സാക്ഷ്യങ്ങൾ ഉണ്ടാകാൻ പോവാ. ഞാൻ ഇങ്ങനെ പറയട്ടെ, സാക്ഷ്യം പറയുന്നവർക്ക് കൂടുതൽ സാക്ഷ്യങ്ങൾ ദൈവം കൊടുക്കാൻ പോവാ.
ഒത്തിരി സാക്ഷ്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വരാൻ പോവാ. യേശു നിങ്ങളിലേക്ക് വരികയാണ്. ആ ലൈഫ്, ഞാൻ പറഞ്ഞല്ലോ, നയീൻ എന്ന പട്ടണത്തിൽ ക്രിസ്തുവും വിലാപയാത്രയുമായുള്ള കൂട്ടിമുട്ടലിൽ വിലാപയാത്ര വിജയയാത്രയായി, ആഘോഷയാത്രയായി തീർന്നു. അതെ, ജീവനും മരണവുമായിട്ടുള്ള കൂട്ടിമുട്ടലിൽ മരണം പരാജയപ്പെട്ട് ജീവൻ വിജയിക്കാൻ പോവുകയാണ്. ഇരുട്ടും വെളിച്ചവുമായിട്ടുള്ള ഈ ഒരു യുദ്ധത്തിൽ ഇരുട്ട് പരാജയപ്പെട്ട് വെളിച്ചമാകുന്ന ക്രിസ്തു നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും ജയമെടുക്കാൻ പോവുകയാണ്. ഇന്ന് ഈ പുതിയ വർഷത്തിൽ, ഈ ജനുവരി മാസം 9-ാം തീയതി 2022 ഈ സർവീസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നോടൊപ്പം ചേർന്ന് യേശുവേ എന്ന് വിളിച്ച് ശബ്ദമുയർത്തി ഈ ഒരു മൊമെന്റിനെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ട് പ്രാർത്ഥിക്കുന്ന ചില യൗവനക്കാരിൽ ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ കർത്താവേ. ആ വിടുതലുകൾ സംഭവിക്കട്ടെ. അവരുടെ ഫൈനാൻഷ്യൽ ഏരിയയിൽ ആ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. മനസ്സിനുണ്ടാകുന്ന അസ്വസ്ഥതകൾ, മാനസിക സമ്മർദ്ദങ്ങൾ, ഭയങ്ങൾ, ആകുലതകൾ, ചിന്തിച്ചു കൂട്ടുന്ന അനുഭവങ്ങളെല്ലാം മാറി ഒരു കംപ്ലീറ്റ് റെസ്റ്റോറേഷൻ, ഡെലിവറൻസ് ഉണ്ടാകട്ടെ. ലൈഫ്, ക്രിസ്തുവിന്റെ ജീവൻ ഇപ്പോൾ ഇവരിലേക്ക് വ്യാപരിക്കട്ടെ കർത്താവേ. ഇവരെ പിടിമുറുക്കിയിരിക്കുന്ന, ഇവരെ ചൈഡ് ചെയ്തിരിക്കുന്ന, കെട്ടിയിരിക്കുന്ന അശുദ്ധാത്മാവിനോട് യേശുവിൻ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, വിട്ടു പോ. In the name of Jesus, I command all the demonic influences, the spirit of darkness, every unclean spirit, I rebuke you now in Jesus' name. Thank you, Lord. Lord, I release the blessings. I release the deliverance and miracles in the name of Father, Son and Holy Spirit. യേശുവിൻ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഒത്തിരി ഡെലിവറൻസുകൾ ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. ഒത്തിരി ഹീലിങ്ങുകൾ നടന്നിട്ടുണ്ട്. നിങ്ങൾ ആരോ ആകട്ടെ, നിങ്ങൾ ഏത് കുടുംബമാകട്ടെ, നിങ്ങൾ എത്ര തകർന്നവനോ ഉയർന്നവനോ ആകട്ടെ, ക്രിസ്തുവില്ലാത്ത ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു ശൂന്യതയുണ്ട്. ആ ശൂന്യതയെ മാറ്റാൻ യേശുവിന് മാത്രമേ കഴിയൂ. ആ ജീവന്റെ ആത്മാവ്, ആ ക്രിസ്തുവിന്റെ വചനം നിങ്ങളെ സ്പർശിച്ചിരിക്കുന്നു, നിങ്ങളെ സൗഖ്യമാക്കിയിരിക്കുന്നു, നിങ്ങളെ വിടുവിച്ചിരിക്കുന്നു. യേശു നിങ്ങൾക്കായി ജീവിക്കുന്നു. അവൻ നിങ്ങൾക്കായി ഇന്നും പ്രവർത്തിക്കുന്നു. May God bless you and I bless you in Jesus' almighty name. Amen. Amen.